ക്ലാസ് ആരംഭിക്കുകയാണ്. ഇന്ന് ചാപ്റ്റർ നമ്പർ 4 കുറിച്ചാണ് പറയുന്നത്. ചാപ്റ്റർ നമ്പർ 4 കുറിച്ചാണ് പറയുന്നത്. മാഗ്നറ്റിക് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. മാഗ്നറ്റിക് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ചാപ്റ്റർ നമ്പർ 1 നമ്മൾ പഠിച്ചത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. അതായത് നിശ്ചലമായി ചലിക്കാതെ നിൽക്കുന്ന ചാർജിനെ കുറിച്ചാണ് നമ്മൾ ചാപ്റ്റർ നമ്പർ 1 പഠിച്ചത്. അതിന്റെ ഫലങ്ങളാണ് ചാപ്റ്റർ നമ്പർ 2 പഠിച്ചത്. അതായത് ഫോഴ്സ്, ഫീൽഡ്, പൊട്ടൻഷ്യൽ, കപ്പാസിറ്റൻസ് എന്നിവയാണ് നമ്മൾ തുടർന്ന് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ ചാപ്റ്ററിൽ കറണ്ട്, ഇലക്ട്രിസിറ്റി, അതായത് ചാർജ് ചലിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാകും മനസ്സിലായി, സഞ്ചരിക്കുന്ന ചാർജുകളെ കുറിച്ചാണ് നമ്മൾ കറണ്ട്, ഇലക്ട്രിസിറ്റിയിൽ പഠിച്ചത്. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് മാഗ്നറ്റിക് ഇഫക്റ്റ്. കറണ്ടിന്റെ മാഗ്നറ്റിക് ഇഫക്റ്റ് എന്താണെന്നുള്ളതാണ്. മാഗ്നറ്റിക് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. മാഗ്നറ്റിക് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന ചാപ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നു. കറണ്ടിന്റെ ഒഴുക്ക് തൊട്ടടുത്ത പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. കറണ്ടിന്റെ ഒഴുക്ക് തൊട്ടടുത്ത പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ക്രിസ്ത്യൻ ഈസ്റ്റഡ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ്, ക്രിസ്ത്യൻ ഈസ്റ്റഡ്. അപ്പൊ ഈസ്റ്റഡിന്റെ എക്സ്പെരിമെന്റ് ആണ് ഞാനിവിടെ വരയ്ക്കാൻ പോകുന്നത്. ഈസ്റ്റഡിന്റെ എക്സ്പെരിമെന്റ് ഈസ്റ്റഡ് ചെയ്തതെന്ന് വെച്ചാൽ AB എന്ന് പറയുന്ന ഒരു കണ്ടക്ടർ എടുത്തു. AB എന്ന് പറയുന്ന ഒരു കണ്ടക്ടർ എടുത്തു. ആ കണ്ടക്ടറിൽ അയാൾ എന്ത് ചെയ്തു, ഒരു കറണ്ട് സോഴ്സ് അപ്ലൈ ചെയ്തു. അതുപോലെ തന്നെ ഒരു സ്വിച്ചും നൽകി. ഈ കണ്ടക്ടറിന്റെ തൊട്ട് മുകളിൽ ഇയാള് ഒരു കോമ്പസ് ബോക്സ് വെച്ചു. കോമ്പസ് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു കാന്തസൂചിയുള്ള, മനസ്സിലായി, ഒരു കാന്തസൂചിയുള്ള ഒരു കോമ്പസ് ബോക്സ് വെച്ചു. കോമ്പസ് ബോക്സ്. എന്നിട്ട് ഈ കക്ഷി ക്രിസ്ത്യൻ ഈസ്റ്റഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഈ സ്വിച്ച് ക്ലോസ് ചെയ്തപ്പോ കറണ്ട് ഒഴുകാൻ തുടങ്ങി. കറണ്ട് ഒഴുകിയപ്പോ AB എന്ന് പറയുന്ന കണ്ടക്ടറിലൂടെ കറണ്ട് ഒഴുകിയപ്പോ ഇതിന് തൊട്ട് മുകളിൽ വെച്ചിരിക്കുന്ന ആ കാന്തിക സൂചി അടങ്ങുന്ന കോമ്പസ് ബോക്സിലെ കാന്തിക സൂചി അത് ജസ്റ്റ് ഡിഫ്ലക്ട് ചെയ്തു. മനസ്സിലായി, ഡിഫ്ലക്ട് ചെയ്തു. അപ്പോ ഇയാൾക്ക് മനസ്സിലായി AB എന്ന് പറയുന്ന ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് ഒഴുകുമ്പോൾ തൊട്ടടുത്ത പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായതിന്റെ ഫലമായിട്ടാണ് ആ മാഗ്നറ്റിക് ഫീൽഡ് ഡിഫ്ലക്ട് ചെയ്തത്. ഇനി ഇയാൾ ഈ കറണ്ട് സോഴ്സ് തിരിച്ചമർച്ചു കൊടുത്തു. കറണ്ട് സോഴ്സ് ഇയാൾ റിവേഴ്സ് ചെയ്തു. മനസ്സിലായില്ലേ? അപ്പൊ കറണ്ട് Bയിൽ നിന്ന് Aയിലേക്ക് ഒഴുകുന്നു. അപ്പോൾ ഡിഫ്ലക്ഷൻ ഇൻ ദ മാഗ്നറ്റിക് നീഡിൽ, കോമ്പസ് ബോക്സിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിഫ്ലക്ഷനും റിവേഴ്സ് ചെയ്യപ്പെട്ടു, ഓപ്പോസിറ്റ് ദിശയിൽ. അപ്പൊ ഇയാൾക്ക് മനസ്സിലായി, രണ്ട് കാര്യങ്ങളാണ് മനസ്സിലായത്. ഒന്ന്, കറണ്ടിന്റെ ഒഴുക്ക് തൊട്ടടുത്ത പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നു. രണ്ടാമത് മനസ്സിലായത് ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡിറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് കറണ്ട് ത്രൂ ദ കണ്ടക്ടർ. കണ്ടക്ടറിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ ദിശയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ദിശയും ഇരിക്കുന്നത് എന്ന് ഇയാൾക്ക് മനസ്സിലായി. അപ്പൊ ക്രിസ്ത്യൻ ഈസ്റ്റഡിന്റെ സിമ്പിൾ പരീക്ഷണം, AB എന്ന് പറയുന്ന ഒരു കണ്ടക്ടിംഗ് വയർ, അതിലൊരു കറണ്ട് സോഴ്സ്, ഒരു സ്വിച്ച് എന്നിവ കൊടുത്തു. അല്ലെ, കണ്ടക്ടർ AB എന്ന് വിളിക്കുന്ന കറണ്ട് കാരിയും കണ്ടക്ടറുമായിട്ട് ബന്ധമില്ലാതെ തൊട്ട് മുകളിലോ തൊട്ട് താഴെയോ ഒരു കോമ്പസ് ബോക്സ് വെക്കുക. AB എന്ന കറണ്ട് കാരിയും കണ്ടക്ടറിലൂടെ കറണ്ട് ഒഴുകുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന മാഗ്നറ്റിക് നീഡിൽ, കോമ്പസ് ബോക്സിലെ മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നു. അതിൽ നിന്ന് ക്രിസ്ത്യൻ ഈസ്റ്റഡിന് എന്ത് മനസ്സിലായി? കറണ്ടിന്റെ ഒഴുക്ക് തൊട്ടടുത്ത പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കണമെന്ന് മനസ്സിലായി. കറണ്ടിന്റെ ദിശ അയാൾ റിവേഴ്സ് ചെയ്തപ്പോ മാഗ്നറ്റിക് ഫീൽഡിന്റെ ആ നീഡിലിന്റെ ഡിഫ്ലക്ഷനും എന്തായി? റിവേഴ്സ് ചെയ്യപ്പെട്ടു. അപ്പൊ അയാൾക്ക് ഒരു കാര്യം കൂടെ മനസ്സിലായി, കറണ്ടിന്റെ ഒഴുക്കിന്റെ ദിശയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ദിശ. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് മനസ്സിലായത്. കറണ്ടിന്റെ ഒഴുക്ക് തൊട്ടടുത്ത പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നു. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ദിശ കറണ്ട് ഒഴുകുന്ന ഡിറക്ഷനുമായി, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ കറണ്ട് ഒഴുകുന്ന ഡിറക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി ഇവിടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു സാധനം SNOW, നോ റൂൾ എന്ന് പറയുന്ന ഒരു റൂൾ വയ്ക്കുന്നത്. ഇവിടെ ദിശയെ കുറിച്ച് നമുക്ക് പറയാം, ഡിറക്ഷനെ കുറിച്ച് നമുക്ക് പറയാം. അതായത് കറണ്ട് ഫ്ലോയിങ് ഫ്രം
north. Current flowing from south to north. Then north pole of the needle deflected towards western. Appo ee study experiment il current flows from south to north. Then north pole of the magnetic needle deflected towards west. Appo SNOW rule prakaram നമുക്ക് ആ ഡിഫ്ലക്ഷന്റെ ദിശ കൂടെ പറയാൻ പറ്റും അല്ലെ. SNOW റൂൾ എന്താ പറയണേ? കറണ്ട് ഫ്ലോയിങ് ഫ്രം കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോയിങ് ഫ്രം സൗത്ത് ടു നോർത്ത്. Then north pole of the magnetic needle deflected towards west. SNOW rule അല്ലെ. കറണ്ട് ഫ്ലോയിങ് ഫ്രം സൗത്ത് ടു നോർത്ത്. Then north pole of the needle deflected towards west. അപ്പൊ അത് ഓർമ്മ വെക്കണം. അപ്പോ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. എന്താണ്? കറണ്ടിന്റെ ഒഴുക്ക് തൊട്ടടുത്ത പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നു. കറണ്ടിന്റെ ഒഴുക്ക് തൊട്ടടുത്ത പോയിന്റിൽ എന്തുണ്ടാക്കുന്നു? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നു. ഇനി ഇതുമായി ബന്ധപ്പെടുന്ന ഈ ചാപ്റ്ററിനെ മുന്നോട്ട് നയിക്കുന്ന ലോന്റെ പേരാണ് ബയർ-സാവർട്ട്സ് ലോ. എന്താണ്? ബയർ-സാവർട്ട്സ് ലോ. ബയർ-സാവർട്ട്സ് ലോ പറയുന്നത് കറണ്ട് ഒരു കണ്ടക്ടറിലൂടെ ഒഴുകുമ്പോൾ ആ കണ്ടക്ടറിലെ ഒരു എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്മോൾ പാർട്ട് എന്നർത്ഥം. തൊട്ടടുത്ത പോയിന്റിൽ ഉണ്ടാക്കുന്ന സ്മോൾ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ അതിൽ നമുക്ക് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്താൻ പറ്റും ഇന്റഗ്രേറ്റ് ചെയ്താണ്. മനസ്സിലായി? അപ്പൊ ബയർ-സാവർട്ട്സ് ലോ നൽകുന്നത് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ടാക്കുന്ന മുഴുവൻ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചല്ല. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിലെ ഒരു പാർട്ട്, ഒരു എലമെന്റ്, ഒരു സ്മോൾ റീജിയൻ തൊട്ടടുത്ത പോയിന്റ് ഉണ്ടാക്കുന്ന സ്മോൾ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചാണ്. സ്മോൾ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടാൻ ഇന്റഗ്രേറ്റ് ചെയ്താണ്. അപ്പോൾ ബയർ-സാവർട്ട്സ് ലോയിൽ പറയുന്നത് ടേക്ക് എ കണ്ടക്ടർ XY എന്ന് വിളിക്കുന്ന ഒരു കണ്ടക്ടർ എടുക്കുക. അതിലൂടെ I ആംപിയർ കറണ്ട് ഒഴുകുന്നു എന്നിരിക്കട്ടെ. XY എന്ന് പറയുന്ന ഒരു കണ്ടക്ടറിലൂടെ I ആംപിയർ കറണ്ട് ഒഴുകുന്നു. അതിലത്തെ സ്മോൾ എലമെന്റ് ആണ് AB. AB എന്ന് പറഞ്ഞാൽ വളരെ വളരെ കുഞ്ഞതാണ്. കാണാൻ വേണ്ടിയാണ് ഇത്ര വലുപ്പത്തിൽ വരയ്ക്കുന്നത്. ശരിക്കും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത്രയും മൈക്രോ മില്ലിമീറ്റർ ആണ്. വളരെ ചെറുതാണ് കേട്ടാ. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെ ഇത്ര വലുതാക്കി കാണിക്കുന്നത്. മനസ്സിലായി പറഞ്ഞത്? ഓക്കെ. അപ്പൊ XY എന്ന് പറയുന്ന ഒരു കണ്ടക്ടറിലൂടെ I ആംപിയർ കറണ്ട് ഒഴുകുന്നു. അതിലെ ഒരു എലമെന്റ് ആണ് AB. AB കൂടെ ഒഴുകുന്ന കറണ്ട് തന്നെയായിരിക്കും I ന്റെ ആയിരിക്കും. കാരണം AB എന്ന് പറയുന്നത് ആ XY എന്ന് പറയുന്ന കണ്ടക്ടറിന്റെ ഒരു പാർട്ടാണ്. ആ കണ്ടക്ടറിന്റെ എലിമെന്റിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലെ കിടക്കുന്ന പോയിന്റ് ആണ് P. ആ കണ്ടക്ടറിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലെ കിടക്കുന്ന പോയിന്റ് ആണ് P. കണ്ടക്ടറിന്റെ എലിമെന്റും ആ ലൈൻ ജോയിൻ ചെയ്യുന്ന പോയിന്റ് നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. അപ്പൊ എന്താ പറയുന്നത്? ബയർ-സാവർട്ട്സ് ലോയിൽ ഒരു XY എന്ന് പറയുന്ന ഒരു ലാർജ് കണ്ടക്ടർ എടുക്കുക. അതില് ഒരു സ്മോൾ കറണ്ട് ക്യാരിയിങ് എലമെന്റ് ആണ് AB. ABന്റെ ലെങ്ത് മൊത്തം ലെങ്ത് L ആണെങ്കിൽ കുഞ്ഞ ലെങ്ത് DL. ABന്റെ ലെങ്ത് എത്ര? DL. സ്മോൾ ലെറ്റർ L. DL. എലമെന്റിൽ ഒഴുകുന്ന കറണ്ടിന്റെ അളവ് കണ്ടക്ടറിൽ കൂടെ ഒഴുകിയ കറണ്ടിന്റെ അതേ അളവായ I ആംപിയർ ആയി. ഇനി എലമെന്റിൽ നിന്ന് കറണ്ട് ക്യാരിയിങ് എലമെന്റിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലെ കിടക്കുന്ന പോയിന്റ് ആണ് P. അപ്പോൾ P ഉണ്ടാകുന്ന സ്മോൾ മാഗ്നറ്റിക് ഫീൽഡ്, ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് B. അപ്പൊ അതിന്റെ സ്മോൾ എന്ന് പറഞ്ഞാൽ D. P ഉണ്ടാക്കുന്ന കറണ്ട് ക്യാരിയിങ് എലമെന്റ് AB മൂലം P ഉണ്ടാകുന്ന സ്മോൾ മാഗ്നറ്റിക് ഫീൽഡ് dB is directly proportional to strength of the current that is passing through the element. അല്ലെ? അത് I ആംപിയർ ശരിയല്ലേ? എലമെന്റിൽ കൂടെ ഒഴുകുന്ന കറണ്ടിന്റെ അളവ് I. And length of the element directly proportional to length of the element, അത് DL ആണ്. അപ്പോ എലമെന്റിൽ കൂടെ ഒഴുകുന്ന കറണ്ടിന്റെ അളവുമായി മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. എലമെന്റിന്റെ ലെങ്തുമായി മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. And also sign of the angle made between element and line joining to the point. എലമെന്റിൽ നിന്ന് പോയിന്റിലേക്ക് വരയ്ക്കപ്പെടുന്ന വരയും എലമെന്റ് തമ്മിലുണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ, അതിന്റെ സൈൻ. അപ്പോ കറണ്ട് ക്യാരിയിങ് എലമെന്റ് മൂലം P എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടാകുന്ന സ്മോൾ മാഗ്നറ്റിക് ഫീൽഡ് dB is directly proportional to strength of the current that is passing through the element I and length of the element DL and sign of the angle made between element and line joining to the point. അപ്പൊ തീറ്റ, അപ്പൊ സൈൻ തീറ്റ.
and inversely proportional to square of the distance. And inversely proportional to square of the distance between point and element. Point ഇന്റെയും എലമെന്റിന്റെയും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറുമായി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ പ്രൊപ്പോർഷണൽ മാറ്റം സ്ഥിരസംഖ്യ കൊണ്ട് വരാം. dv is equal to mu 0 by 4 pi. mu 0 by 4 pi. ഇവിടുത്തെ സ്ഥിരസംഖ്യയാണ് mu 0 by 4 pi. I dl sin theta divided by r square. I dl sin theta by r square. I dl sin theta by r square. ഇവിടെ mu 0 by 4 pi നമുക്ക് സ്ഥിരസംഖ്യയാണ്. അതിൽ mu 0 ആണ് അറിയാത്ത ആള് മാഗ്നറ്റിക് permeability for free space. എന്താണ് അതിന്റെ പേര്? മാഗ്നറ്റിക് പെർമിയബിലിറ്റി ഫോർ ഫ്രീ സ്പേസ്. അതിന്റെ മൂല്യം, അതിന്റെ വില 4 pi into 10 raised to minus 7 എന്നാണ്. 4 pi into 10 raised to minus 7. മക്കളെ, നമ്മുടെ ബയോട്ട്-സാവർട്ട്സ് ലോന്റെ തുടർച്ചയായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് ബയോട്ട്-സാവർട്ട്സ് ലോന്റെ അപ്ലിക്കേഷനാണ്. ബയോട്ട്-സാവർട്ട്സ് ലോന്റെ അപ്ലിക്കേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഉറപ്പായും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ് കറണ്ട് ക്യാരിയിങ് സർക്കുലർ ലൂപ്പ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്ര? ഒരു കറണ്ട് ക്യാരിയിങ് സർക്കുലർ ലൂപ്പ് r ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്ര? മാഗ്നറ്റിക് ഫീൽഡ് ഒരു കറണ്ട് ക്യാരിയിങ് സർക്കുലർ ലൂപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് നിർബന്ധമായി പഠിക്കുക. ഗോസസ് തിയറം പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബയോട്ട്-സാവർട്ട്സ് ലോയും അതിന്റെ അപ്ലിക്കേഷൻ. ഗോസസ് തിയറം അതിന്റെ അപ്ലിക്കേഷൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അപ്പൊ ഇവിടെ ഞാൻ ഒരു ലൂപ്പ് എടുത്തു. ഇതാണ് സർക്കുലർ ലൂപ്പ്. ഇതിലൂടെ 5 ആംപിയർ കറണ്ട് ഒഴുകുന്നു. ഈ സർക്കുലർ ലൂപ്പിന്റെ റേഡിയസ് ആണ് സ്മോൾ ലെറ്റർ എ. സർക്കുലർ ലൂപ്പിന്റെ റേഡിയസ് ആണ് സ്മോൾ ലെറ്റർ എ. സർക്കുലർ ലൂപ്പിലെ 2 എലമെന്റുകളാണ് എയും ബിയും. ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് എലമെന്റ് ആണ്. എയും ബിയും. അപ്പൊ ഈ ഇതിന്റെ എലമെന്റിന്റെ ലെങ്ത് എത്ര? dn. ഇതിന്റെ ലെങ്ത് എത്രയാണ്? dn. എ എന്ന് വിളിക്കുന്നത് സർക്കുലർ ലൂപ്പിന്റെ ഒരു എലമെന്റ് ആണ്. ബി എന്ന് വിളിക്കുന്ന എലമെന്റ് ആണ്. ഇതിൽ കൂടെ കറണ്ട് ഇങ്ങോട്ട് പാസ് ചെയ്യും, ഇതിൽ കൂടെ കറണ്ട് ഇങ്ങോട്ടാണ് പാസ് ചെയ്യും. ഓപ്പോസിറ്റ് ദിശയിൽ. ശ്രദ്ധിക്കണ്ട. എലമെന്റിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെ കിടക്കുന്ന പോയിന്റ് ആണ് പി. കറണ്ട് ക്യാരിയിങ് എലമെന്റ് എയിൽ നിന്നോ ബിയിൽ നിന്നോ r ഡിസ്റ്റൻസ് അകലെ കിടക്കുന്ന പോയിന്റ് ആണ് പി. സർക്കുലർ ലൂപ്പിന്റെ സെന്ററിൽ നിന്ന് അയാൾ ഡിസ്റ്റൻസ് അകലെയാണ്. സർക്കുലർ ലൂപ്പിന്റെ സെന്ററിൽ നിന്ന് അയാൾ എടുക്കുന്നത് x ഡിസ്റ്റൻസ് അകലെയാണ്. കറണ്ട് ക്യാരിയിങ് എലമെന്റ് എ എന്ന് വിളിക്കുന്ന കറണ്ട് ക്യാരിയിങ് എലമെന്റ് r ഡിസ്റ്റൻസ് അകലെയുള്ള പി എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ് dv വെക്ടർ. അത് ആക്ട് ചെയ്യുന്നത് PC എന്ന് പറഞ്ഞ ലൈനിലാണ്. PC പെർപെൻഡിക്കുലർ ടു AP ആണ്. PC പെർപെൻഡിക്കുലർ ടു AP. അതായത് ഇതിന്റെ നേരെ നടുക്കിലൂടെ അല്ല വരയ്ക്കുന്നത്. ഈ AP എന്ന് പറയുന്ന ലൈനിൽ പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കും. അപ്പൊ ഈ y ആക്സിസിനോട് ചേർത്ത് വരയ്ക്കണം. മനസ്സിലായോ? AP യും PC യും പെർപെൻഡിക്കുലർ. അതുപോലെ തന്നെ ഡയറക്ട്ലി ഓപ്പോസിറ്റ് ആയ എലമെന്റ് ആണ് B. ബിയിലൂടെ കറണ്ട് ഒഴുകാൻ ഭാഗമായി ബിയിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ് BD എന്ന് പറഞ്ഞ ലൈനിലൂടെ ആക്ട് ചെയ്യുന്നത്. സെയിം മാഗ്നറ്റിക് ഫീൽഡ് തന്നെയായിരിക്കും dv വെക്ടർ. ഇവിടെ ഫൈ എന്ന് പറയുന്ന ഒരു ആംഗിൾ കാണിക്കുന്നത്. അപ്പൊ ഇവിടെ ഫൈ വരും, ഇവിടെ ഫൈ വരും. അപ്പൊ വെക്ടർ റെസൊല്യൂഷൻ പ്രകാരം പഠിച്ചു. ആംഗിളിന്റെ അടുത്തോട്ട് ഓടിക്കുന്നതാണ് കോസ്. അപ്പോ dv യോട് dv cos ഫൈ, ഇവിടെ dv sin. ഇങ്ങോട്ടോട് ഇതിലൂടെ ആംഗിളിന്റെ അടുത്തോട്ട് dv cos ഫൈ, ഇവിടെ dv sin. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക. dv cos ഫൈ dv cos ഫൈ dv. അപ്പൊ ഈക്വലന്റ് ഓപ്പോസിറ്റ് ആകുമ്പോൾ വെട്ടിപ്പോയി. ഓൺലി റിമൈൻ dv sin ഫൈ. അപ്പൊ dv കൂട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ dvനെ സൈൻ കഷ്ണവും കോസ് കഷ്ണവും ആക്കിയിട്ട് കൂട്ടാൻ തീരുമാനിക്കണം. സൈൻ കമ്പോണന്റും കോസ് കമ്പോണന്റ് ആക്കി കൂട്ടാൻ തീരുമാനിക്കണം. പക്ഷെ കോസ് കമ്പോണന്റ് മരിച്ചു, സൈൻ കമ്പോണന്റ് മാത്രം ബാക്കിയുള്ളൂ. അപ്പൊ dv ആവർത്തിച്ച് കൂട്ടാൻ പറയാൻ പകരം dv sin ഫൈ കൂട്ടിയാൽ മതി. പറഞ്ഞ കാര്യം മനസ്സിലാവണ്ട. കമ്പോണന്റ് ഓഫ് റെസൊല്യൂഷനിൽ കോസൈൻ കമ്പോണന്റ് എന്ത് ചെയ്തു? ക്യാൻസൽ ആയി പോയി. ഇപ്പൊ എ എന്ന് വിളിക്കുന്ന എലമെന്റിന് ബി എന്ന് വിളിക്കുന്ന ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ഉണ്ടാവും. സർക്കുലർ ലൂപ്പ് എവിടെ എടുത്താലും എന്താണ് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ഉണ്ടാവും. അപ്പൊ എല്ലായിടത്തും കോസൈൻ കമ്പോണന്റ് വെട്ടി മരിച്ചു പോകും. മനസ്സിലായി? dv cos ഫൈ ക്യാൻസൽ ആയി പോകും. ഓൺലി റിമൈൻസ് dv sin ഫൈ. അപ്പൊ dv കൂട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ, dv ആഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ dv sin ഫൈകൾ മാത്രം ആഡ് ചെയ്താൽ മതി. കാരണം dv നെ നമ്മൾ 2 പീസുകളാക്കി കോസും
സൈൻ ആയിട്ട് സോൾവ് ചെയ്തപ്പോ അതിൽ കൊസൈൻ കമ്പോണന്റ് ക്യാൻസൽ ചെയ്തത് ഓൺലി റിമൈനിങ് dv sin phi. അക്കോർഡിംഗ് ടു ബയറ്റ്-സാവർട്ട്സ് ലോ, according to Biotte-Savart's law, Biotte-Savart's law പ്രകാരം അല്ലെ എലമെന്റ് കറണ്ട് കാരിങ് എലമെന്റ് എ പി ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് dv ഈക്വൽ ടു എത്രയാണ് നേരത്തെ പഠിപ്പിച്ചല്ലോ μ0/4π ഐഡിയൽ sin θ ഡിവൈഡ് ബൈ r സ്ക്വയർ, ഐഡിയൽ sin θ ബൈ r സ്ക്വയർ അല്ലെ. ഐആർ ഒഴുകുന്ന കറണ്ട്, dl ലെങ്ത് ഓഫ് എലമെന്റ്, θ ആംഗിൾ മെയ്ഡ് ബിറ്റ്വീൻ എലമെന്റ്. അപ്പൊ ഇതാണ് എലമെന്റ്, ഇങ്ങനെയാണ് നിൽക്കണം. ഇവിടെ നിന്ന് ടാൻജൻഷ്യൽ ആയിട്ടാണ് പോകുന്നത്, മനസ്സിലായോ? അപ്പൊ ഇത് ലെങ്ത് വെക്ടർ വെച്ച് എങ്ങനെ വരും? അപ്പൊ തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ 90 ഡിഗ്രിയാണ് വരും. അത് കാണുമ്പോൾ മനസ്സിലാവില്ല. എലമെന്റിന്റെ ലെങ്ത് വെക്ടറും ഈ ടാൻജന്റും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പൊ തീറ്റ ഇവിടെ എത്രയാണ്? 90 ഡിഗ്രി. അപ്പൊ dv ഈക്വൽ ടു എന്ത് വരും? μ0/4π ഐഡിയൽ ബൈ r സ്ക്വയർ വരും. കാരണം സൈൻ 90 എത്രയായി പോയി? 1 ആയി പോയി. മനസ്സിലായോ? അപ്പൊ ബയോട്ട്-സാവർട്ട്സ് ലോ പ്രകാരം ഒരു കറണ്ട് കാരിങ് എലമെന്റ് r ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ്? dv ഈക്വൽ ടു μ0/4π ഐഡിയൽ sin θ ബൈ r സ്ക്വയർ. ഇവിടെ തീറ്റ നമുക്ക് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ. ഇതാണ് നമ്മുടെ സർക്കുലർ ലൂപ്പിന്റെ പാർട്ട്. ഇവിടെയാണ് എന്ത് നിൽക്കുന്നത്? എലമെന്റ് നിൽക്കുന്നത് ടാൻജൻഷ്യൽ ആയിട്ടാണ് എ പി എന്ന് പറഞ്ഞ ലൈൻ പോകുന്നത്. അപ്പൊ ഇത് ലെങ്ത് വെക്ടർ ടാൻജൻഷ്യൽ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നിൽക്കുക. അപ്പൊ തീറ്റ 90 ഡിഗ്രി, സൈൻ 91 ആയി പോയി. അപ്പൊ dv ഈക്വൽ ടു μ0/4π ഐഡിയൽ ബൈ r സ്ക്വയർ എന്ന് വരും. therefore ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണം. ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് B is equal to നമുക്ക് ആവർത്തിച്ച് കൂട്ടിയാൽ മതി, ഇന്റഗ്രേറ്റ് ചെയ്യാം. പക്ഷെ ഇവിടെ പഴയ മെത്തേഡ് മതി. ഇന്റഗ്രേഷന്റെ പഴയ മെത്തേഡിന്റെ പേരാണ് സമ്മേഷൻ. സിഗ്മ ആവർത്തിച്ച് കൂട്ടുക. സിഗ്മ dv ചെയ്താൽ മതി. സിഗ്മ dv ചെയ്യുമ്പോ സിഗ്മ dv sin phi ചെയ്താൽ മതി. മനസ്സിലായി? dv എങ്ങനെയാണ് dv sin phi ആയത്? ഞാൻ പറഞ്ഞു dv നമ്മൾ സൈൻ കമ്പോണന്റും കൊസൈൻ കമ്പോണന്റും ആയിട്ട് റിസോൾവ് ചെയ്തു. പക്ഷെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റുകൾ ഉള്ളതുകൊണ്ട്, എലമെന്റ് ഉള്ളതുകൊണ്ട് കൊസൈൻ കമ്പോണന്റ് ഒക്കെ ക്യാൻസൽ ആയി പോയി. അപ്പൊ ആര് മാത്രമേ ബാക്കിയുള്ളൂ? സൈൻ കമ്പോണന്റ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ dv ആവർത്തിച്ച് കൂട്ടാൻ പറഞ്ഞാൽ dvന്റെ സൈൻ കമ്പോണന്റുകൾ ആവർത്തിച്ച് കൂട്ടിയാൽ മതി. അതുകൊണ്ടാണ് ഇവിടുത്തെ dv sin phi ആയത്. അപ്പോൾ b is equal to സിഗ്മ dvയുടെ സ്ഥാനത്ത് μ0/4π ഐഡിയൽ ബൈ r സ്ക്വയർ ഇൻറ്റു എന്ത് വരും? സൈൻ phi. ഈ കാണുന്നതിൽ വേരിയബിൾ ആരാണ്? dl ആണ് വേരിയബിൾ, ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എന്താ വരും? b is equal to μ0/4π I by r സ്ക്വയർ സൈൻ phi അല്ലെ സിഗ്മ dl എന്ന് വരും. സിഗ്മ dl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dl ആവർത്തിച്ച് കൂട്ടുക. dl ആവർത്തിച്ച് കൂട്ടുമ്പോൾ നീളത്തിലെ പോണെന്ന് ലീനിയർ ആണെന്ന് വെച്ചാൽ ടോട്ടൽ ലെങ്ത് l എന്ന് വരും. പക്ഷെ സർക്കുലർ രൂപമാണെങ്കിൽ dl ആവർത്തിച്ച് കൂട്ടി കഴിഞ്ഞാൽ അതിന്റെ സർക്കുംഫറൻസ് വരും, അതിന്റെ ചുറ്റളവ് സർക്കുംഫറൻസ് വരും അല്ലെ. ഒരു സർക്കിളിന്റെ സർക്കുംഫറൻസ് എത്രയാ? 2πr. r റേഡിയസ് ആണെങ്കിൽ ഇവിടെ സർക്കുലർ ലൂപ്പിന്റെ റേഡിയസ് a ആണ്. അപ്പൊ 2πr എന്നല്ല വരിക, എന്താ വരിക? 2πa. അപ്പൊ സിഗ്മ dl ഈക്വൽ ടു 2πa. ഇനി റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ AOP ലേക്ക് നോക്കിയാൽ സൈൻ phi എന്താണെന്ന് കിട്ടും? സൈൻ phi ഓപ്പോസിറ്റ് സൈഡ് അല്ലെ. സൈൻ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AO ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AP അല്ലെ. AO ആരാണ്? AO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A വരും, AP ആരാണ്? AP R വരും. ഓക്കെ. അപ്പോൾ ഇവിടെ B ഈക്വൽ ടു μ0/4π I by r സ്ക്വയർ sin phi ക്ക് പകരം A by r സിഗ്മ dl 2πa. അപ്പൊ 2π ഉം 4π ഉം വെച്ച് കൂടുതൽ 2 വരും, ശരിയല്ലേ? A സ്ക്വയർ. B ഈക്വൽ ടു μ0 I സ്ക്വയർ ഡിവൈഡ് ബൈ 2r ക്യൂബ്. r സ്ക്വയർ വരും. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ AOP ലേക്ക് നോക്കി കഴിഞ്ഞാൽ പൈതഗോറിയൻ ഐഡന്റിറ്റി കൊടുക്കാം. അപ്പൊ എന്താ? r
അല്ലെ? ബേസ് എക്സ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് എ സ്ക്വയർ. അപ്പൊ ആർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഓൾ റൈസ് ടു 1/2. റൂട്ടിന് പകരം 1/2. അപ്പൊ ആർ ക്യൂബ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഓൾ റൈസ് ടു 3/2. അതെടുത്ത് ഇവിടെ കൊടുത്താൽ ഉത്തരായി ബി ഈക്വൽ ടു μ0 ഐ എ സ്ക്വയർ ഡിവൈഡ് ബൈ 2 into x square plus a square all raised to 3/2. all raised to 3/2. അപ്പൊ സർക്കുലർ ലൂപ്പ് കൊണ്ട് പി എന്ന് പറഞ്ഞ പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ബി ഈക്വൽ ടു μ0 ഐ എ സ്ക്വയർ ഡിവൈഡ് ബൈ 2 into x square plus a square all raised to 3/2. all raised to 3/2. ഓർത്ത് വയ്ക്കട്ടാ. ഇനി ഒരു കാര്യം, if point P at the center ആണ് ചെയ്തത്, പോയിന്റ് P at the center ആയി കഴിഞ്ഞാൽ x 0 ആവുന്നല്ലോ b equal to μ0 I a square divided by 2 into a square all raised to 3/2. അപ്പൊ ഇതിൽ നിന്ന് പെട്ടു. അപ്പൊ അടിയിൽ a ക്യൂബ് വരും. അപ്പൊ a സ്ക്വയറും a ക്യൂബും പെട്ടു. അപ്പൊ അടിയിൽ a ആണ്. അപ്പൊ എന്താ വരിക? b equal to, അപ്പൊ എന്താ എത്ര വരിക? b equal to μ0 I by 2a. μ0 I by 2. p എന്ന് പറഞ്ഞ പോയിന്റ് സെന്ററിൽ വന്നു കഴിഞ്ഞാൽ ഉത്തരം μ0 I by 2a എന്നോ μ0 I by 2a. അപ്പൊ അത് നോക്കി കേട്ടാ. അപ്പോ കറണ്ട് സർക്കുലർ ലൂപ്പ് മൂലം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ബി എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ബി ഈക്വൽ ടു μ0 I a square divided by 2 into x square plus a square all raised to 3/2. If the point P is at the center like x ഉണ്ടാവില്ല, x 0. അപ്പൊ ഇതിൽ x 0 ആയി കഴിഞ്ഞാൽ